ഇന്ന് നമുക്ക് സുഖിയൻ വീട്ടിലുണ്ടാക്കിയാലോ? ഗോതമ്പ് പൊടിയും മൈദയും തുല്യ അളവിൽ ചേർത്ത് സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ സുഖിയൻ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. സുഖിയൻ തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ചെറുപയർ 1/4 കിലോഗ്രാം, തേങ്ങ ചിരകിയത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി, ഏലക്ക 6 എണ്ണം, ശർക്കര മധുരത്തിന് ആവശ്യാനുസരണം ചേർക്കാം. ബാറ്റർ തയ്യാറാക്കാൻ ആവശ്യമായ മൈദയും ഗോതമ്പ് പൊടിയും തുല്യ അളവിലെടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് സുഖിയൻ്റെ പാചക രീതി കാണാം. ചെറുപയർ കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒഴിച്ച് കുതിരുവാനായി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 2 മണിക്കൂർ മുമ്പ് കുതിർക്കാൻ വെച്ചതാണ്. ഈ ചെറുപയർ കുക്കറിലേക്കിട്ട് എളുപ്പത്തിൽ വേവിച്ചെടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർക്കാം. വേകാൻ ആവശ്യമായ വെള്ളവും ചേർത്തിളക്കാം. ഇനി ഇതൊന്ന് വേകട്ടെ. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. ഈ സമയം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. സാധാരണയായി സുഖിയൻ ഉണ്ടാക്കുമ്പോൾ മൈദയാണ് ബാറ്ററിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്നിവിടെ മൈദയും ഗോതമ്പ് പൊടിയും തുല്യ അളവിലാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അല്പം ഏലക്കായും ജീരകവും കൂടി പൊടിച്ചത് ബാറ്ററിലേക്ക് ചേർത്തിളക്കാം. നമ്മുടെ ചെറുപയർ വെള്ളം വറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാൻ സാധാരണയായി അരിച്ച ശർക്കരയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമില്ല. ഉണ്ട ശർക്കരയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അരിച്ചെടുക്കേണ്ടതായി വരും. ഇതിലേക്ക് ചിരകിയ തേങ്ങയും ചേർത്തിളക്കാം. അല്പം ഏലക്കായും ജീരകവും കൂടി പൊടിച്ചതും ചേർക്കാം. ഏലക്കായുടെ പുറമേയുള്ള തൊലി കളഞ്ഞതിന് ശേഷമാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെറുപയറും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ജലാംശം വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ചെറു ചൂടോടെ ഉരുളകളാക്കാം. ഉരുട്ടിയെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ സ്റ്റൗവിൽ ഒന്നുകൂടി വെച്ച് ജലാംശം കളഞ്ഞതിന് ശേഷം ശ്രമിക്കാവുന്നതാണ്.
ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പാത്രത്തിൽ എണ്ണ ചൂടാക്കാം. ഞാൻ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചുവട് കുഴിവുള്ള പാത്രമാണ് സൗകര്യം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. ചെറുപയർ ബോൾസ് ബാറ്ററിൽ മുക്കിയ ശേഷം തിളച്ച എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ചൂടുള്ള എണ്ണ തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ചൂട് നന്നായി കുഴിവുള്ള പാത്രമാണെങ്കിൽ മറിച്ചിടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് പാകത്തിന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. നമ്മുടെ സുഹിയന്ത റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻസായി അറിയിക്കുമല്ലോ. താങ്ക് യു.